കൊച്ചുമക്കളുടെ താളാത്മകമായ ചലനങ്ങൾ ഏതൊരാളെയും സന്തോഷിപ്പിക്കും. അക്ഷരങ്ങളെ കൂട്ടി വായിച്ച് അറിവിലേക്കും അതുവഴി സംസ്കാരസമ്പന്നമായൊരു ജീവിതത്തിലേക്കും പ്രവേശിക്കുക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. വിദ്യ അഭ്യസിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ തിരിച്ചറിഞ്ഞ് പരിശീലിപ്പിക്കാനും അത് അനുവാചകർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനുമുള്ള വേദികളാണ് സ്കൂൾ ഡേകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിവുറ്റ ഭരണാധികാരി, പ്രശസ്ത പത്രപ്രവർത്തകൻ, ഒരു ഡസനിലേറെ പുസ്തകങ്ങളുടെ കർത്താവ്, പ്രശസ്ത വാഗ്മി, കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വലിയ സംഭാവന ചെയ്ത വ്യക്തിത്വമാണ് CH മുഹമ്മദ് കോയ സാഹിബ്. കേരളത്തിലെ മുസ്ലിം സമുദായം ഇന്ന് നേടിയിരിക്കുന്ന വിദ്യാഭ്യാസ പുരോഗതി CHന്റെ ഇടപെടലാണെന്നതിൽ തർക്കമില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ്, സമഭാവനയോടെ സംവേദനക്ഷമതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സർവസമ്മതനായ നേതാവ്, പ്രശ്നങ്ങൾ ഏതായാലും വികാരത്തിനടിമപ്പെടാതെ വിവേകത്തോടെ കൈകാര്യം ചെയ്യുന്ന ഭൗതിക വിഷയങ്ങളിൽ പക്വമായ ഇടപെടൽ നടത്തുന്ന നേതാവായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. രാമന്തളി മുസ്ലിം ജമാഅത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന CH മുഹമ്മദ് കോയ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെയും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെയും 1 മുതൽ 7ാം തരം വരെയുള്ള കുട്ടികളുടെ കലാപ്രകടനങ്ങൾ 21 ജനുവരി 2025 വൈകിട്ട് രാമന്തളിയിൽ തന്നെ പ്രവർത്തിക്കുന്ന അൽ ഐസർ അക്കാദമിയുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഭാവി ജീവിതത്തിൽ സഭാകമ്പമില്ലാതെ ഇടപെടാൻ ഇത്തരം പരിപാടികൾ കുട്ടികളെ സഹായിക്കും. ഒപ്പന, കൈമുട്ടിപ്പാട്ട്, കോൽക്കളി, സിനിമാറ്റിക് നൃത്തം, നാടകം തുടങ്ങി ഒട്ടേറെ പരിപാടികൾ വളരെ തന്മയത്വത്തോടെ നിറഞ്ഞ സദസ്സിന് മുന്നിൽ സങ്കോചമൊന്നും കൂടാതെ അവതരിപ്പിച്ച ഈ കൊച്ചു കലാകാരന്മാർ ഭാവി വാഗ്ദാനങ്ങളാണെന്നതിൽ സംശയമില്ല. ഇതിനായി കുട്ടികളെ ഇത്തരത്തിൽ പരിശീലിപ്പിക്കുന്നതിനായി സമയവും സൗകര്യവും കണ്ടെത്തിയ സ്കൂൾ മാനേജ്മെൻറ്റിനെയും അധ്യാപകരെയും ഇതുമായി സഹകരിച്ചവരെയും പ്രശംസിക്കാതെയും വയ്യ. കൊച്ചു കുഞ്ഞുങ്ങളിൽ സർഗാത്മകത വളർത്താനുതകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇനിയും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കൊച്ചുമക്കളുടെ താളാത്മകമായ ചലനങ്ങൾ ഏതൊരാളെയും സന്തോഷിപ്പിക്കും. അക്ഷരങ്ങളെ കൂട്ടി വായിച്ച് അറിവിലേക്കും അതുവഴി സംസ്കാരസമ്പന്നമായൊരു ജീവിതത്തിലേക്കും പ്രവേശിക്കുക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. വിദ്യ അഭ്യസിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ തിരിച്ചറിഞ്ഞ് പരിശീലിപ്പിക്കാനും അത് അനുവാചകർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനുമുള്ള വേദികളാണ് സ്കൂൾ ഡേകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിവുറ്റ ഭരണാധികാരി, പ്രശസ്ത പത്രപ്രവർത്തകൻ, ഒരു ഡസനിലേറെ പുസ്തകങ്ങളുടെ കർത്താവ്, പ്രശസ്ത വാഗ്മി, കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വലിയ സംഭാവന ചെയ്ത വ്യക്തിത്വമാണ് CH മുഹമ്മദ് കോയ സാഹിബ്. കേരളത്തിലെ മുസ്ലിം സമുദായം ഇന്ന് നേടിയിരിക്കുന്ന വിദ്യാഭ്യാസ പുരോഗതി CHന്റെ ഇടപെടലാണെന്നതിൽ